ഹലോ ഗൈസ്, ഇന്നപ്പോൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഒരുപാട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് പോകണം കേട്ടോ. കുഞ്ഞി കോട്ടൊക്കെ ഇട്ടിരിക്കുന്ന രാവിലത്തെ തണുപ്പൊക്കെ കണ്ടിട്ടുണ്ട്. അതിനുവേണ്ടി ഫോട്ടോ അന്ന് കരുതി പോസ് ചെയ്യാൻ വന്ന വീഡിയോ എന്ന് പറഞ്ഞപ്പോൾ ഒറ്റ ഓട്ടം ഓടിയിട്ടോ. അപ്പോൾ ഇതേ രാവിലെ തന്നെ ഞങ്ങൾ റെഡിയായി നിൽപ്പുണ്ട്. രാവിലെ എളുപ്പത്തിന് വേണ്ടി ഏത്തപ്പഴമാണ് പുഴുങ്ങിയിട്ട്. ഏത്തപ്പഴം എളുപ്പത്തിന് പുഴുങ്ങുന്നതെന്ന് എല്ലാവരും വിചാരിച്ചില്ല. എനിക്ക് ഏത്തപ്പഴം പുഴുങ്ങിയതൊക്കെ കാലത്ത് കഴിക്കാനും അതുപോലെ 4 മണിക്ക് കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരുപാട് പഴുത്തുപോയ പഴമൊന്നും ഇഷ്ടമല്ല. ഇത് നല്ല എന്താ പറയുക നല്ല ഭാഗം പഴുത്താണെങ്കിലും നല്ല സ്ട്രോങ് ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ നല്ല ചൂടുണ്ട്. ഞങ്ങൾ രാവിലെ ഒരുങ്ങിയിരിക്കുന്നത് എങ്ങോട്ടാണെന്ന് അറിയണ്ടേ. നമ്മളിപ്പോൾ വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ പോകാനായിട്ട് ആഗ്രഹിക്കുക എൻ്റെ നാടായ ഇടുക്കിയിലേക്ക്, അതായത് കട്ടപ്പനയിലേക്കാണ്. അപ്പം ക്രിസ്മസിന് എന്തായാലും ഒരു ദിവസം ലീവ് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഒരു ദിവസം കൂടി ലീവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇതേ അമ്മ ഇത്തവണ കൂടെ വരുന്നുണ്ട്. അമ്മയുടെയൊക്കെ ഒരു അനിയത്തി നമ്മുടെ കൊച്ചിയിട്ട മുമ്പത്തെ വീഡിയോയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കൊച്ചിയിട്ടയുടെ നാട് കുഴുത്തുളുവാണ്. അമ്മ അപ്പം അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബസ്സൊക്കെ കിട്ടി. അനുവേട്ട ഞങ്ങൾ 8 മൈലിലേക്ക് കൊണ്ടുവിട്ടു. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച് പേരയ്ക്ക, മുളക്, ഉപ്പൊക്കെ ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ബസ്സിലിരുന്ന് കഴിക്കാൻ കേട്ടോ. നമ്മൾ ഈ പുറത്തുനിന്നുള്ള ഫുഡ് കഴിവതും ഒഴിവാക്കുന്നത് എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് എണ്ണയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കുക. അപ്പോൾ അതിനായിട്ട് നമ്മളിതേ പേരക്ക അല്ലെങ്കിൽ ഓറഞ്ച് അങ്ങനെയുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്, അത് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ ഇതേ വെളിയിൽ നല്ല മൂടൽ മഞ്ഞൊക്കെ മാറി വെയിൽ തെളിഞ്ഞിട്ട് നല്ല ഗ്രീനറിയാണ്. നമ്മൾ കട്ടപ്പന പുതിയ സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ കൊച്ചിയിട്ട് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. കൊച്ചിയിട്ട് മാത്രമല്ല, ശ്രീലാല് എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇതേ കൊച്ചിയിട്ട് ഇതാണ് കേട്ടോ. മുമ്പത്തെ വീഡിയോയിൽ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളിതേ ചിറ്റയുടെ വീട്ടിൽ വന്നു. അമ്മയൊക്കെ നമ്മളെ ആക്കിയിട്ട് അവർ കുഴുത്തോളുവിന് പോവാണ് കേട്ടോ. പിന്നെന്താ, ശ്രീലക്ഷ്മിയും ചിറ്റപ്പനും കട്ടപ്പനയിൽ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അവരെയും കൂട്ടിയിട്ട് വേണം കുഴുത്തോളുവിന് പോകാനായിട്ട്. നമ്മുടെ ശങ്കരനും ഒക്കെ ടാറ്റ തരുന്നുണ്ട്, നമ്മുടെ ഉണ്ണിക്കുട്ടൻ. പിന്നെ ഇതേ എന്താ ഇവിടെ എത്തിയപ്പോൾ നമ്മളിതേ ക്യാമറ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആൻറ്റി ഇങ്ങനെ ഇതിങ്ങനെ മോണിറ്ററിൽ ടി വിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. മോണിറ്ററിന് പകരം നമുക്ക് ടി വിയിലും കാണാമല്ലോ. അപ്പോൾ പിള്ളേരൊക്കെ വന്ന് കുഞ്ഞ് വന്ന ഉടനെ ഇരുന്നും കിടന്നും കൂട്ടുകാരൊക്കെ ആയിട്ട് കടന്നു മാറി നല്ല ചൂട് കട്ടൻ ഒരു 2:30-3 ആയപ്പോൾ എത്തി. ചിറ്റി ഇതേ വൈകിട്ടത്തെ ഇത് വൈകുന്നേരമാണ് കേട്ടോ. നൈറ്റ് ഫുഡ് കഴിക്കുന്നതാണ് കാണിക്കുന്നത്. കാപ്പുകൂടിയൊക്കെ കഴിഞ്ഞ് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വൈകിട്ട് ഫുഡ് കഴിക്കാതിരിക്കുകയാണ്. പിള്ളേർ ഇവിടെ ഇല്ല. പിള്ളേർ എന്താ പറയുക, കരോളുമായിട്ട് പോയിരിക്കുകയാണ്. നമ്മുടെ സനുവാണ് ക്രിസ്മസ് പാപ്പ കേട്ടോ. അപ്പം കപ്പപ്പുഴുക്കുണ്ട്, ചോറുണ്ട്, മത്തിമീൻ കറി വെച്ചതുണ്ട്, പിന്നെ എന്താ ബീഫ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ കാലത്ത് മസാലയൊക്കെ ചേർത്തെടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാം കൂടെ വേണ്ടല്ലോ. പിന്നെ ഇതേ കരോളുകാർ വന്ന് ചിറ്റപ്പനും ഒക്കെ കൂടിയിട്ട് ഭയങ്കര ചാട്ടവും മറിച്ചിലും ഒക്കെയാണ്. പിള്ളേർ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഇറങ്ങിയില്ല ഞങ്ങളൊന്നും. പിന്നെ ഇതേ സനുവിൻ്റെ പുൽക്കൂടാണ് കേട്ടോ. അടിപൊളിയായിട്ട് എല്ലാ വർഷവും ഞങ്ങളുടെ സനുക്കുട്ടി എന്താ പറയുക പുൽക്കൂട് ഉണ്ടാക്കും. ആ ട്രീയും എല്ലാം അവൾ ഉണ്ടാക്കിയതാണ്. പിന്നെ ചിറ്റ എല്ലാ സാധനങ്ങളും അതിന് വേണ്ടി എന്തൊക്കെ സാധനങ്ങളുണ്ട് A to Z എല്ലാം വാങ്ങിക്കൊടുക്കും. ചിറ്റയുടെ ചിറ്റപ്പനെ വലിയ സപ്പോർട്ടും ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി